നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. വിധിയെഴുത്ത് നാളെ. പൊതുതെരഞ്ഞെടുപ്പിന് 1.5 മാസം നീണ്ട പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി. സംസ്ഥാനത്ത് ഇന്ന് നിശബ്ദ പ്രചാരണം. അവസാന ദിവസവും അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കും. ആവേശഭരിതമായ കൊട്ടിക്കലാശത്തോടെയാണ് സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിച്ചത്. ഇനി ഉച്ചഭാഷിണികളും പൊതുയോഗങ്ങളുമില്ല. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കും. രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും. ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും പോളിംഗ് സാമഗ്രികൾ കൈമാറുക. വോട്ടെടുപ്പ് നടക്കുന്ന 25,231 ബൂത്തുകളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1700 പ്രശ്നബാധിത ബൂത്തുകളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 24 തിരുവനന്തപുരം. ഇന്നത്തെ നിശബ്ദ പ്രചാരണം, അതേപോലെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം, വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഹരികൃഷ്ണനിലേക്കാണ്, തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഹരികൃഷ്ണൻ. ഹരി, അവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം കൂടിയാണല്ലോ. ക്രിസ്റ്റീന, ഇന്ന് രാവിലെ 8 മണി മുതലാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജില്ലയിലെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 8 മണിക്ക് തന്നെ ജില്ലാ കളക്ടർ, ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഈ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിക്കും. അതുൾപ്പെടെ 14 പോളിംഗ് കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ തിരുവനന്തപുരം, ആറ്റിങ്ങൽ 2 മണ്ഡലങ്ങളിലും 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള എല്ലാ പോളിംഗ് സാമഗ്രികളും തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ്. വിപുലമായ മുന്നൊരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതത് നിയോജക മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സജ്ജീകരിക്കുന്ന വിതരണ ഡെസ്കുകൾ വഴിയായിരിക്കും ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സായുധ പോലീസിന് അടക്കം ഇത്തരത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പ്രശ്നബാധിത ബൂത്തുകൾക്ക് വേണ്ടിയിട്ട് വരെ ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട വരണാധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെത് വരണാധികാരി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ജില്ലാ കളക്ടറായിട്ടുള്ള ജി പ്രേംജിയാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഈ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഈ നിശബ്ദ പ്രചാരണത്തിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം, മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിലെല്ലാം പരമാവധി വ്യക്തിഗതമായ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ, അല്ലെങ്കിൽ അത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അത്തരം കാര്യങ്ങളാണ് എല്ലാവരും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ 8 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്ന് തന്നെയാണ് ജില്ലയിൽ നിന്നും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്. ഇനി കൊല്ലത്ത് നിന്ന് അരുൺ രാജുണ്ട്. അരുൺ, വീറും വാശിയും നിറഞ്ഞ ഒരു പ്രചാരണം, അതിനുശേഷമുള്ള കൊട്ടിക്കലാശം, ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണല്ലോ. കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, 1 മാസം നീണ്ട പരസ്യപ്രചരണം ഇന്നലെയാണ് അവസാനിച്ചത്. ആ പരസ്യപ്രചരണത്തിന് ഒടുവിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന സമുദായ സംഘടനകൾ, അതുപോലെ തന്നെ ചില ഫോക്കസ് ഏരിയകൾ, അത് കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ തീരദേശ മേഖല, മലയോര മേഖല സംഘടനാ പ്രതിനിധികൾ, ഇവരെ കാണുക, ഇവരിൽ നിന്ന് വോട്ട് ഉറപ്പിക്കുക, ഈ സമുദായ വോട്ടുകളടക്കം ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സ്ഥാനാർത്ഥികളടക്കം ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ബോയ്സ് ഹൈസ്കൂളിലാണ്. ഹൈസ്കൂൾ ജംഗ്ഷനിലെ ബോയ്സ് ഹൈസ്കൂളിലാണ്. ഇവിടെ നിന്നാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഈ സ്ഥലങ്ങളിലടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന ഈ ഉദ്യോഗസ്ഥർ 8 മണിയോടെ തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും. ഇതിനുശേഷം ഈ വാഹനങ്ങളടക്കം ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളടക്കം ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അത് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, അത് മലയോര മേഖലയടക്കമുണ്ട്, അവിടങ്ങളിലടക്കം ഈ പോളിംഗ് സാമഗ്രികൾ, ഉദ്യോഗസ്ഥർ എന്നിവയെ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ തയ്യാറാക്കി. അങ്ങനെ ഈ 8 മണിയോടെ തന്നെ വിതരണം ആരംഭിക്കും
ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ അത് വൈകുന്നേരം വരെ നീണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 1215 ബൂത്തുകളാണ് ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ 56 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ ബൂത്തുകളിലേക്കടക്കം അതിന്റെ കൂടുതൽ അത് എവിടേക്ക് എത്തിക്കണം എന്നീ സാഹചര്യം അടക്കം പരിശോധിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ ആർക്കാണ് നൽകേണ്ടത് എന്നീ കാര്യങ്ങളടക്കം പ്രയോറിറ്റി ഉണ്ടാകുക. എന്തായാലും ഉദ്യോഗസ്ഥർ എത്തി തുടങ്ങിയിരിക്കുന്നു. ഈ പോളിംഗ് സാമഗ്രികളടക്കം ഏറ്റുവാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രാഥമികമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 8 മണിക്ക് ജില്ലാ കളക്ടർ ഇവിടെ എത്തും. ഇതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി ഇത് വിതരണം ചെയ്തു തുടങ്ങുക. അരുൺ രാജ്, അതേപോലെ തന്നെ CR മഹേഷിനെതിരായ കല്ലേറ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? ക്രിസ്റ്റീന, ഇന്നലെ കൊട്ടിക്കലാശത്തിന് ഒടുവിലാണ് ഈ കരുനാഗപ്പള്ളി MLA കൂടിയ CR മഹേഷിനും CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കും അടക്കം ഈ പരിക്കേറ്റത്. ഈ CPM അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിൽ പോലീസ് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി, ഒബ്സർവർമാർ നേരിട്ട് അവിടെ എത്തി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്നുണ്ടായേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. CPM 2 മുതിർന്ന പ്രവർത്തകർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CR മഹേഷ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ടായിരുന്നു. നിലവിൽ പരിക്ക് സാരമുള്ളതല്ല ആരുടെയും എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ പരിക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുള്ളത്. ഇവരെ ഇരുവരെയും ഇന്നലെ തന്നെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നാണ്. ഇനി അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, 8 മണിയോടുകൂടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങും. അതിന് സജ്ജമാണോ കോഴിക്കോട് ജില്ലയിൽ? തീർച്ചയായും ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ പൂർണ്ണമായ രീതിയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ, പോളിംഗ് ഉപകരണങ്ങളുടെയൊക്കെ വിതരണം ആരംഭിക്കുക 8 മണിക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് വിതരണ കേന്ദ്രമായ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിന് മുന്നിലാണ്. ഇവിടെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും 8 മണിയോടുകൂടിയാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുക. ക്രിസ്റ്റീന ചോദിച്ചതുപോലെ തന്നെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഏതാണ്ട് 29 ലക്ഷത്തോളം വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ വോട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മണ്ഡലം, വടകര മണ്ഡലങ്ങളിലുമായി 29 ലക്ഷം വോട്ടർമാരുണ്ട്. ഏതാണ്ട് 141 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് ഈ നിലവിൽ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുള്ളത്. അവിടേക്ക് കൃത്യമായ രീതിയിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെ അടക്കം വിന്യസിച്ചുകൊണ്ട് 7 ബറ്റാലിയൻ കേന്ദ്രസേന കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. 6 ബറ്റാലിയൻ വടകര മണ്ഡലത്തിലേക്കും 1 ബറ്റാലിയൻ കോഴിക്കോട് മണ്ഡലത്തിലേക്കും, അങ്ങനെ 7 ബറ്റാലിയൻ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 43ഓളം മാവോ ഭീഷണിയുള്ള പോളിംഗ് ബൂത്തുകളുണ്ട്. അത് വടകര മണ്ഡലത്തിലാണ്. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ എല്ലാ ഭാഗത്തും പൂർണ്ണമാണ്. എല്ലാ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. 8 മണിയോടുകൂടി തന്നെ ഈ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിതരണ കേന്ദ്രങ്ങളിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. ക്രിസ്റ്റീന, ശരി. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. ഇനി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ കൂടിയുണ്ട്. അരുൺ, നാളെ പോളിംഗ് ബൂത്തിലെത്താൻ എത്രത്തോളം സജ്ജമാണ് കാസർഗോഡ് ജില്ല? ക്രിസ്റ്റീന, കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. എല്ലാവിധ സജ്ജീകരണങ്ങളും, തെരഞ്ഞെടുപ്പുമായുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. 1050 പോലീസുകാരെയും 700ഓളം കേന്ദ്രസേനാംഗങ്ങളെയുമാണ് ജില്ലയിൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തികൾ പങ്കിടുന്ന ജില്ലകളാണ്. കർണാടകയായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ളൊരു സുരക്ഷ ജില്ലയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാമഗ്രികൾ വാങ്ങുന്നതിനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ 6 മണിയോടുകൂടി തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ്. നിലവിൽ 8 മണിയോടുകൂടി ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജില്ലയിൽ ആരംഭിക്കും. 4 കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും പോളിംഗ് സാമഗ്രികളുടെ വിതരണമുള്ളത്. ഒന്ന് മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിങ്ങനെ 4 നിയോജക മണ്ഡലങ്ങളിലാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമുള്ളതിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജും, ഉദുമയിൽ ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളും, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും തൃക്കരിപ്പൂരിലുമാണ്
ഈ സാമഗ്രികളുടെ വിതരണമുള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 4561 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ശക്തമായ സുരക്ഷ ഈ അടുത്തകാലത്ത് വന്ന വിധിയുടെയൊക്കെ റിയാസ് മൗലവി കൊലപാതക കേസിന്റെ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. 1050 പോലീസുകാരെയും 700ഓളം കേന്ദ്ര സേനാംഗങ്ങളെയും ഇവിടേക്ക് ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിക്ക് ആരംഭിക്കും. എല്ലാ ഇടങ്ങളിലും അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടെ ചേരുകയാണ്. സൂരജ്, തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, തൃശ്ശൂരിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഈ പോളിംഗിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ജില്ലയിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷ. തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത് സംബന്ധിച്ച വിതരണം നടക്കുക. അവിടെയും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5000-ലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയിലേക്ക് ജില്ല ആകെ കടന്നിരിക്കുന്നു. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവസാനവട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസും അതുപോലെ തന്നെ ഈ മേഖലയിൽ പൂരത്തിനെത്തിയവരും തമ്മിൽ നിന്നിരുന്ന തർക്കങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അതീവ സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1275 പോളിംഗ് ബൂത്തുകളാണുള്ളത്. എന്തായാലും ഇങ്ങോട്ടേക്ക് 8 മണിക്ക് വിതരണം ചെയ്യുന്ന ഈ പോളിംഗ് സാമഗ്രികൾ അതിനുശേഷം വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കും. അങ്ങനെ വിവിധ ഇടങ്ങളിലേക്ക് 8 മണിയോടുകൂടി തന്നെ, അതായത് ഈ പോളിംഗ് സാമഗ്രികൾ ലഭിച്ചാൽ ആ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ മടങ്ങും. അവിടെ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഇത്തവണ ഈ പരാതികൾ ഉയരുന്നതിനും ഇരട്ട വോട്ടടക്കമുള്ള അല്ലെങ്കിൽ ഈ വോട്ട് മാറി ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കർശന നിരീക്ഷണ സംവിധാനങ്ങൾ അത് ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയും പോലീസിന്റെ കനത്ത സുരക്ഷയിലുമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കുന്നത്. എന്തായാലും 8 മണിയോടുകൂടി തന്നെ തൃശ്ശൂരിലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. ക്രിസ്റ്റീന. ശരി. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. എല്ലായിടത്തും കർശന സുരക്ഷയുണ്ട്. നാളത്തെ പോളിംഗിന് സജ്ജമാണ് എല്ലായിടങ്ങളുമെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കോട്ടയത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ സന്ദർശിക്കുന്ന സുരേഷ് ഗോപി ഉച്ചയോടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമായും കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പോളിംഗിന്. ഈ നിഷ്പക്ഷ വോട്ടുകളൊക്കെ അത് എങ്ങോട്ടായിരിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്ന സമയമാണ്. ആ സമയത്തുള്ള ഈ ഒരു കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്? കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, ഈ കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്? തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് സുരേഷ് ഗോപി ഈ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. പാലാ ബിഷപ്പുമായിട്ടാണ് ആദ്യ കൂടിക്കാഴ്ച. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ കാണും. തുടർന്ന് മറ്റ് സഭാ മേലധ്യക്ഷന്മാരുമായിട്ടും കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം NSS ആസ്ഥാനത്ത് പോകും. തുടർന്ന് കണിച്ചുകുളങ്ങരയിലും പോകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ക്രൈസ്തവ സഭാ നേതൃത്വവുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ച വളരെയധികം നിർണായകമാണ്. നമുക്കറിയാം, ക്രൈസ്തവ സഭയുടെ ഒരു പിന്തുണ കൂടാതെ BJPക്ക് കേരളത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ സഭകളുമായി കൂടുതൽ അടുപ്പം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ വായിച്ചെടുക്കേണ്ടി വരും. എന്തായാലും രാവിലെ തന്നെ ഇന്നലെ അരുവിത്തറ പള്ളിയിൽ രാത്രിയിൽ സുരേഷ് ഗോപി ഇവിടെ എത്തിയിരുന്നു. അരുവിത്തറ പള്ളിയിൽ പോയി അവിടെ പള്ളിയിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ വൈദികരെയൊക്കെ കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പാലാ ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ച രാവിലെ നടക്കുന്നത്. എന്തായാലും ആ ഒരു കൂടിക്കാഴ്ച നിർണായകമായേക്കാം. മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോലും ഈ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികൾക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ചില ഒരു തീരുമാനമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയെ സൂക്ഷ്മമായി തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന പാലായിലാണ്, പാലാ കുരിശുപള്ളിക്ക് മുന്നിലാണ്, അവിടെ എത്തി സുരേഷ് ഗോപി മെഴുകുതിരി കത്തിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് പാലാ ബിഷപ്പിനെ കാണാൻ വേണ്ടി പോകുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയായിരിക്കുമെന്ന് നടക്കുക. ക്രിസ്റ്റീന. ശരി. കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. 60,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും സേനാവിന്യാസം.
കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ കേരള പോലീസും കേന്ദ്ര സേനയുമാണ് വോട്ടെടുപ്പിന് കർശന സുരക്ഷയൊരുക്കുന്നത്. ADGP MR അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിന്റെ നോഡൽ ഓഫീസർ. 20 ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ 144 ഇലക്ഷൻ സബ് ഡിവിഷനുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ മേഖലകളുടെയും ചുമതല DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. 183 DYSPമാർ, 100 ഇൻസ്പെക്ടർമാർ, 450 SIമാർ, 23,932 സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ 41,976 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. വിവിധ കേന്ദ്രസേനകളിൽ നിന്ന് 4,446 പേരും തമിഴ്നാട് പോലീസിൽ നിന്ന് 1,500 പേരും സുരക്ഷാ ചുമതലയിലുണ്ട്. പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനകൾ ഉൾപ്പെടെ അധിക പോലീസിനെ വിന്യസിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്തൊരുക്കിയിരിക്കുന്നത്. അതേസമയം കാസർഗോഡ്, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കേരളത്തിലെ 20 സീറ്റുകൾക്ക് പുറമെ കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13, മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും 8 വീതം സീറ്റുകളിലും ജനം നാളെ വിധിയെഴുതും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ഹേം മാലിനി, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ശോഭാ കരന്ദലജെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, ഭൂപേഷ് ബാഗൽ, താരിഖ് അൻവർ, DK സുരേഷ് തുടങ്ങിയവരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇന്ന് ഉത്തർപ്രദേശിലെ കനൌജ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രയിലും മധ്യപ്രദേശിലെ മൊറേനയിലും അടക്കം 4 ഇടങ്ങളിൽ പ്രചാരണത്തിനെത്തും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി വയനാട്ടിൽ കിറ്റ് വിവാദം. വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP വ്യാപകമായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്നാരോപിച്ച് LDFും UDFും രംഗത്തെത്തി. 1500ഓളം കിറ്റുകളാണ് ബത്തേരിയിൽ നിന്ന് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരിയിലെ മൊത്തവിതരണ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ കണ്ടെത്തിയത്. പഞ്ചസാര, ചായപ്പൊടി, വെളിച്ചെണ്ണ, ബിസ്ക്കറ്റ്, റസ്ക്, സോപ്പ് പൊടി തുടങ്ങിയവയായിരുന്നു കിറ്റിലുണ്ടായിരുന്നത്. ചില കിറ്റുകളിൽ വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയും കണ്ടെത്തി. വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ വോട്ടിനായി വിതരണം ചെയ്യാനാണ് കിറ്റുകൾ തയ്യാറാക്കിയതെന്ന് LDFും UDFും പരാതി നൽകി. BJP പ്രാദേശിക നേതാക്കളാണ് കിറ്റുകൾക്കായി ഓർഡർ നൽകിയതെന്നും ആരോപണമുണ്ട്. മാനന്തവാടി 5-ാം മൈലിലും കൽപ്പറ്റ മേപ്പാടി റോഡിലും പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. BJP എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമാണ്. കിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ ബന്ധപ്പെട്ടത് BJPയുടെ പ്രാദേശികമായിട്ടുള്ള പ്രമുഖ നേതാക്കന്മാരാണ്. അവരെ ഞങ്ങൾക്കറിയാം, അവരുടെ നമ്പർ ഞങ്ങൾക്കറിയാം. ഇവിടെ വന്നിരിക്കുന്ന കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ട്. ഞങ്ങൾ വളരെ കൃത്യവും ആധികാരികവുമായിട്ടുള്ളതായിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ബത്തേരിയിൽ 470ഓളം കിറ്റുകൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി കിറ്റുകൾ വാഹനത്തിലും കടയുടെ മുന്നിൽ നിന്നും കണ്ടെത്തി. കടയുടമയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി. മാനന്തവാടി 5-ാം മൈലിലും കൽപ്പറ്റ മേപ്പാടി റോഡിലും CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാൻ BJP നേതൃത്വം തയ്യാറായിട്ടില്ല. 24 വയനാട്. മതത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് തേടിയെന്ന പരാതി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാമക്ഷേത്രവും കർത്താർപൂർ ഇടനാഴിയും പരാമർശിച്ചതിൽ തെറ്റില്ലെന്നാണ് വിലയിരുത്തൽ. രാജസ്ഥാനിലെ വിദ്വേഷ പ്രസംഗ പരാതിയിൽ കമ്മീഷന്റെ മെല്ലെപ്പോക്ക് തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വളരെ വേഗമുള്ള തീരുമാനങ്ങൾക്കും നടപടികൾക്കും ഒക്കെ പേരുകേട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ഇവിടെ ചില കാര്യങ്ങളിൽ മെല്ലെപ്പോക്കുണ്ടാകുന്നു. അതേപോലെ തന്നെ ചില പരാമർശങ്ങൾ തെറ്റില്ല, അത് ഭരണപരമായ നേട്ടങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് എന്ന പരാമർശവും വരുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെ രാമക്ഷേത്രത്തെക്കുറിച്ചും കർത്താർപൂർ ഇടനാഴിയെക്കുറിച്ചും ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഗ്രന്ഥ സാഹിബ് കൊണ്ടുവന്നതിനെക്കുറിച്ചും നടത്തിയ പരാമർശത്തിനെതിരെയാണ് പരാതി ഉയർന്നത്. സുപ്രീംകോടതി അഭിഭാഷകനായ ആനന്ദ് എസ് ജൊണ്ടാലെയാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഏപ്രിൽ 9 പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഏപ്രിൽ 10 തന്നെ പരാതി നൽകിയിരുന്നു. തുടർന്ന് 6 ദിവസത്തോളം നടപടി ഉണ്ടാകാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഈ വിഷയത്തിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനം നടത്തിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അവലോകന യോഗത്തിന് ശേഷമാണ് ഈ ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി ഈ പരാമർശങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. മറിച്ച് തന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുക മാത്രമായിരുന്നു പ്രധാനമന്ത്രി എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഉടൻ തന്നെ പരാതിക്കാരനെ അറിയിക്കും. ഒപ്പം തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ
കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിലും ഈ നിലപാട് സ്വീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അതേസമയം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നടത്തിയ വിവാദ പരാമർശത്തിൽ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചെങ്കിലും ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കും. ആദ്യം യമൻ ഗോത്ര തലവന്മാരുമായാണ് ചർച്ച. സേവ് നിമിഷപ്രിയ ഫോറം അംഗങ്ങളുടെ ആഭിമുഖ്യത്തിലായിരിക്കും ചർച്ച. 12 വർഷങ്ങൾക്ക് ശേഷം നിമിഷയെ മാതാവ് പ്രേമകുമാരി ഇന്നലെ ജയിലിലെത്തി കണ്ടു. ആക്ഷൻ കൌൺസിൽ യോഗത്തിലും പ്രേമകുമാരി പങ്കെടുത്തു. ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ. മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളും കരയുവാണ്. കെട്ടിപ്പിടിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും കൊണ്ട് അവൾ നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെയുണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്തു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സേവനങ്ങളൊന്നും നൽകാതെയാണ് CMRLൽ നിന്നും വീണ പണം കൈപ്പറ്റിയതെന്നാണ് കുഴൽനാടന്റെ ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ MLA ഹർജി സമർപ്പിച്ചത്. കോടതി അന്വേഷണം വേണ്ടെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നുമായിരുന്നു കുഴൽനാടന്റെ ആവശ്യം. പിന്നീട് നിലപാട് മാറ്റി കോടതി തന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാട് ഉൾപ്പെടെ 12 ജില്ലകളിൽ ഞായറാഴ്ച വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്.